സമർപ്പിച്ചുകൊണ്ട് നഷ്ടപ്പെട്ടത് അവസ്ഥ മുഴുവനും വിശുദ്ധ കുർബാനയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് രക്ഷകന്റെ കണ്ണുകളിലേക്ക് നോക്കി ജീവിതത്തെ പടുതുയർത്തുവാനുള്ള വലിയ പുനർജന്മം പ്രാപിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി ആ ഒരു ചൈതന്യം ജ്വലിക്കുന്നതിനു വേണ്ടി കരങ്ങൾ ആരാധനയോടെ വീശുന്നുണ്ട്. പൊന്നുതമ്പുരാനെ, ജീവിതത്തിലേക്ക് നിന്റെ കൃപയുടെ അഭിഷേകമായി പെയ്തിറങ്ങണമേ, ചൈതന്യമായി നിറയണമേ, സൗഖ്യമായി കത്തിപ്പടരണമേ, സൗഖ്യം നൽകണമേ, നിരാശയാർന്ന ഈ ജീവിതങ്ങളെ രക്ഷിക്കണമേ. പരിശുദ്ധ കുർബാനയുടെ അഭിഷേകം നിറയട്ടെ നിങ്ങളുടെ കുടുംബങ്ങളിൽ, നിങ്ങളുടെ വ്യക്തി ജീവിതത്തില്, തൊഴിൽ മേഖലകളില്, വൈവിധ്യമാർന്ന സംഘടനകളില്, നിരാശയാർന്ന മനസ്സുകളില് നീരുറവയായി ഇറങ്ങി വരട്ടെ. ആ ചൈതന്യത്തിന്റെ ശക്തി കൊണ്ട് കർത്താവിന്റെ മലയിൽ നിന്നും ഉറവ പൊട്ടി പുറപ്പെട്ടേ കൃപയുടെ കർത്താവേ, കരുണ തോന്നണമേ. വലിയ അത്ഭുതങ്ങൾ നടക്കട്ടെ. ആയിരക്കണക്കിന് മനുഷ്യര് സൗഖ്യമായി ഇറങ്ങിയ ഈ അൾത്താരയുടെ ശക്തമായ ഇടപെടല്, ദിവ്യകാരുണ്യത്തിന്റെ ശക്തി ഇത് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരിലേക്കും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ നിമിഷം ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരിലേക്കും അത്യുന്നതന്റെ ശക്തി ഒഴുകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആരാധനയോടെ ആലപിക്കാം. കർത്താവേ, എന്റെ ശരീരത്തിലേക്ക് നിന്റെ കൃപയൊഴുകി നിന്റെ പരമപരിശുദ്ധ ചൈതന്യത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ഈ പൗരോഹിത്യത്തിന്റെ കൈവപ്പിലൂടെ നീ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ കരുണയുണ്ടാകണമേ. സ്വർഗം തുറന്നിറങ്ങണമേ. എന്റെ പാപങ്ങൾ പുറത്തെന്നെ അഭിഷേകം ചെയ്യണമേ. ബോധം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ അമ്മയെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. കിടപ്പ് രോഗികൾക്ക് വേണ്ടി ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ദിവ്യകാരുണ്യത്തിന്റെ ശക്തി ഒഴുകണമേ. കാപ്പംകൊല്ലി ഇടവകയിലെ നാളെ മുതൽ ആരംഭിക്കുന്ന 3 ദിവസത്തെ ധ്യാനത്തെ, വിടുതൽ ശുശ്രൂഷകളെ, ദിവ്യകാരുണ്യത്തോടൊപ്പമുള്ള വചന പ്രഘോഷണത്തെ ആരാധനയോടെ സമർപ്പിക്കുന്നു. ആ ജനത്തെ അനുഗ്രഹിക്കണമേ. ഒരുപാട് വിശ്വാസികൾ ധ്യാന പ്രസംഗത്തിന് വരണമേ. കർത്താവേ, സൗഖ്യം നൽകണമേ. കരങ്ങളുയർത്തി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ ആരാധന, 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 ആരാധന. അഭിഷേകത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് കെട്ടുകളും ബന്ധനങ്ങളും അഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രോഗസൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. നിന്റെ ആത്മാവിന്റെ അഭിഷേകം ഉണ്ടാകട്ടെ. നിന്റെ വചനത്തിന്റെ അഗ്നി ഒഴുകട്ടെ. കർത്താവേ, നിന്നോടൊപ്പം ആയിരിക്കുന്ന എല്ലാ ചെറുപ്പക്കാരെയും അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. കൃപയോടെ അവരുടെ കുടുംബങ്ങളിലേക്ക്, അവരുടെ ബന്ധുമിത്രാദികളിലേക്ക്, ജീവിത പങ്കാളിയിലേക്ക്, അവരുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലേക്ക് എല്ലാ കെട്ടുകളും അഴിഞ്ഞു പോകട്ടെ. വിശുദ്ധ കുരിശിന്റെ നാമത്തിൽ കർത്താവേ, കരുണ തോന്നണമേ, അഭിഷേകത നിറയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ച് ആ ശക്തി ഒഴുകുന്നതിനു വേണ്ടി, വിശുദ്ധ കുരിശിന്റെ നാമത്തിൽ തിന്മ വിട്ടുപോകുന്നതിനു വേണ്ടി, വചനത്തിന്റെ അഗ്നി ഒഴുകുന്നതിനു വേണ്ടി, യേശുവിന്റെ സ്പർശനം നടക്കുന്നതിനു വേണ്ടി പരിശുദ്ധ അമ്മയുടെ സകല വിശുദ്ധരോടും കർത്താവേ, കരുണ തോന്നി അനുഗ്രഹിക്കണമേ. മാനസിക സംഘർഷങ്ങൾ, നിരാശ, എല്ലാവിധ ദുശീലങ്ങൾ, മദ്യപാനവും മയക്കുമരുന്നും, വിശ്വാസത്തിന്റെ കുറവ്, ആഭിചാരക്രിയകൾ ചെയ്തവര്, സത്യദൈവത്തെ
വിദ്വേഷത്തോടെ മാറി നിൽക്കുന്നവരും തിരുസഭയെ വണങ്ങാത്തവരും എല്ലാം സമർപ്പിച്ചുകൊണ്ട് യേശുവേ നന്ദി, യേശുവേ ആരാധന, 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 ആരാധന. സൗഖ്യം കർത്താവേ, സൗഖ്യം, വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ. അത്യുന്നതന്റെ ശക്തി ഒഴുകട്ടെ. യേശുവേ, കെട്ടുകൾ അഴിഞ്ഞു പോകണമേ, ബന്ധനങ്ങൾ അഴിയട്ടെ. തകർച്ചയിലായ ബിസിനസ് രംഗങ്ങളെ അവിടുന്ന് ആശീർവദിക്കണമേ. എന്റെ അമ്മയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വെള്ളം കുടിക്കുവാൻ വാതിലുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരുണ തോന്നണമേ. എന്റെ ബഹുരൂപത്തിലേക്ക് വചനത്തിന്റെ ഉൾപ്പൊരുൾ മനസ്സിലാക്കി വ്യാഖ്യാനിച്ച് പ്രസംഗിക്കുവാൻ വലിയ ആത്മാവിന്റെ അഭിഷേകം നൽകണമേ. ഇന്ന് രാത്രിയിൽ ജ്ഞാനത്താൽ നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന ഈശോയെ. എന്റെ ദൈവമേ, നിന്റെ ശക്തി ഒഴുകണമേ. യേശുവിന്റെ നാമത്തിൽ കെട്ടുകളും ബന്ധനങ്ങളും അഴിഞ്ഞു പോകട്ടെ. എന്റെ ദൈവമേ, എന്റെ ശിരസിനുകളിലേക്ക് നിന്റെ കൃപ ചൊരിയണമേ. പരിശുദ്ധയുടെ സകല വിശുദ്ധരുടെയും മാധ്യസ്ഥം വഴി പിതാവായ ദൈവത്തിന്റെ കരുണ കൊണ്ട് നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. സ്തുതിച്ച് പ്രാർത്ഥിച്ച് എല്ലാവരും സ്തുതിക്കട്ടെ, ഉച്ചത്തിൽ സ്തുതിക്കട്ടെ, ആദരവോടെ സ്തുതിക്കട്ടെ, ഹൃദയം തുറന്ന് സ്തുതിക്കട്ടെ, ആശാവരത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് കെട്ടുകളും ബന്ധനങ്ങൾ കഴിയട്ടെ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറയട്ടെ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ആരാധന. പരസ്പരം ഒന്ന് തിരിഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ആത്മാവ് നിറയട്ടെ, ദൈവത്തിന്റെ ആത്മാവ് നിറയട്ടെ. യേശുവേ, യേശുവേ, യേശുവേ. രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച്, ആന്തരിക സൗഖ്യത്തിന് വേണ്ടി, വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ച്, ദിവ്യകാരുണ്യത്തിന്റെ അനിതര സാധാരണമായ ശക്തി ഒത്തിരി ഒത്തിരി സ്നേഹിക്കുന്ന ദൈവം കരുണയോടെ കരുതലായി ഇറങ്ങട്ടെ. യേശുവേ നന്ദി, ആരാധന, 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 ആരാധന. വലിയ കൃപയുടെ സമയമാണ്, സൗഖ്യത്തിന്റെ സമയമാണിത്. യേശുവിന്റെ ചൈതന്യത്തിൽ നമ്മളിൽ നിറയുന്നു. ഈശോയുടെ തിരുനാമം വിളിച്ച് ദിവ്യകാരുണ്യ തിരുമുഖം നോക്കിക്കൊണ്ട് മനസ്സിന്റെ മുഴുവൻ വേദനകളും, ഉറക്കമില്ലാത്ത രാത്രിയിലെ സംഘടനകൾ, അകന്നു കഴിയുന്ന ഭാര്യയെയും ഭർത്താവിനെയും സമർപ്പിക്കാം. തോന്നിവാസമായി ജീവിക്കുന്ന അനുസരണമില്ലാത്ത മക്കളെ സമർപ്പിക്കാം. തൊഴിലില്ലായ്മയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്റെ കെട്ടുകൾ അഴിഞ്ഞു പോകണമേ. അവസാനിക്കുവാനുള്ള കൃപ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ലോകരാഷ്ട്രങ്ങളിലേക്ക് സമാധാനം ലഭിക്കണമേ. ഓ കർത്താവേ, കരുണ തോന്നണമേ. ഓ യേശുവേ, നിന്റെ ശക്തി ഒഴുകട്ടെ. എന്റെ ദൈവമേ, പ്രതീക്ഷ നഷ്ടപ്പെട്ടവരിലേക്ക് നിന്റെ കൃപ ഒഴുകട്ടെ. അത്യുന്നതന്റെ ശക്തി ഒഴുകണമേ. എന്റെ പൗരോഹിത്യത്തിലേക്ക് അഗ്രാഹ്യമായ വചനത്തിന്റെ അഗ്നി ഇറങ്ങണമേ. പരിശുദ്ധ കുർബാനയുടെ അഭിഷേകം കൊണ്ട് ഈ ബലിപീഠം നിറയട്ടെ. എന്റെ കർത്താവേ, നിന്റെ കൃപ ചൊരിയണമേ. എത്രയും പെട്ടെന്ന് ഈ ദേവാലയത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുവാൻ എന്റെ ദൈവമേ തേക്കുവാനുള്ള മനുഷ്യരെ ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, എത്രയും പെട്ടെന്ന് പരിപൂർണമായ സൗഖ്യം കൊടുത്ത് എല്ലാവരെയും സുഖപ്പെടുത്തണമേ. ആ തിരുമുഖത്തിലേക്ക് നോക്കിക്കൊണ്ട് ഈ വഴി ആലപിച്ചുകൊണ്ട് സൗഖ്യം അവരുടെ സ്വരത്തോട് ചേർന്ന് ഹല്ലേലൂയ പറഞ്ഞു വലിയ ചൈതന്യത്തിൽ ജീവിക്കുവാൻ ഇടയാകുമാറാകട്ടെ. സൗഖ്യം തരേണമേ, സൗഖ്യം തരേണമേ, രക്ഷ നൽകേണമേ. എല്ലാവരും ഈരടി ആലപിച്ചുകൊണ്ട് രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുക. ഈശോയേ,
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു നിമിഷം നിശബ്ദതയോടെ ദിവ്യകാരുണ്യ കണ്ണുകളിലേക്ക് നോക്കാം. ആ കണ്ണുകളിലൂടെ അരുളി ചെയ്യുന്നത്, അവന്റെ കടാക്ഷമേറ്റവരൊക്കെ പ്രകാശിതരായി, അവനെ നോക്കിയവരൊക്കെ പ്രകാശിതരായി, അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക്, നിരാശയിൽ നിന്നും പ്രത്യാശയിലേക്ക്, സങ്കടത്തിൽ നിന്നും സന്തോഷത്തിലേക്ക്, രോഗാതുരത്തിൽ നിന്നും സൗഖ്യത്തിലേക്ക്, യേശുവിനോടൊപ്പം ഈ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നേടാൻ പറ്റുമെന്ന് വിശ്വസിച്ചുകൊണ്ട് കരങ്ങളടിച്ച് നമുക്ക് അഭിഷേകത്തോടെ വിടുതൽ ഗാനമാലപിച്ച് ഈ ശുശ്രൂഷ നമുക്ക് തുടരാം. മനസ്സിൽ ഈ പ്രാർത്ഥന ഉരുവിടണം. എന്നെയും എൻ്റെ കുടുംബത്തെയും നിന്റെ തിരുനാമത്തെ പ്രതി രക്ഷിക്കണമേ എന്ന്. നിന്റെ തിരുശരീരത്തെയും തിരുരക്തത്തെയും പ്രതി എനിക്ക് സൗഖ്യം നൽകണമേ എന്ന്. ആത്മഹത്യക്കൊരുങ്ങുന്ന സഹോദരങ്ങളുടെ മാനസാന്തരം, ഡിവോഴ്സിനൊരുങ്ങുന്നവരുടെ മാനസാന്തരം, പൈശാചികമായ ബന്ധനത്തിൽ കഴിയുന്നവരുടെ വിടുതൽ, ജഡിക അഭിലാഷങ്ങളിൽ കഴിയുന്നവരുടെ മാനസാന്തരം, ലിവിംഗ് ടുഗദറിൽ കഴിയുന്ന ചെറുപ്പക്കാരുടെയും വിവാഹം കഴിച്ചവരുടെയും വിവാഹേതര ബന്ധങ്ങളുടെ തകർച്ചയിൽ നിന്ന് രക്ഷ. പൈശാചികമായി എൻ്റെ പൗരോഹിത്യത്തിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ ആരാധനയുടെ ശക്തി കൊണ്ട് ഒരു കുടുംബമെങ്കിലും രക്ഷപ്പെടട്ടെ, ഒരു വ്യക്തിയെങ്കിലും നിന്റെ വചനം ശക്തമായി ഹൃദയങ്ങളിൽ പാകട്ടെ, ശിരസ്സിന് മുകളിൽ മനസ്സാക്ഷിയിൽ അഭിഷേകമായി തീരട്ടെ. കർത്താവേ, കരുണ തോന്നണമേ. പ്രതീക്ഷയോടെ പാപികൾ ഉണരട്ടെ. പാപിനിയോട് പറഞ്ഞത്, നമ്മളെ നോക്കി അവിടുന്ന് മൊഴിയുന്നു, മേലിൽ പാപം ചെയ്യരുത്, ഒന്നും സംഭവിക്കാതിരിക്കാൻ. ദൈവത്തോടൊപ്പം യാത്ര ചെയ്ത ഒരു പർദീസ അനുഭവമാണ് ഈ ജീവിത സഞ്ചാരമെന്ന് തിരിച്ചറിഞ്ഞ് ആനന്ദത്തോടെ ജീവിക്കുവാൻ, കാപട്യമില്ലാതെ കഴിയുവാൻ, യേശുവിനോടൊപ്പം വിശുദ്ധ സഞ്ചാരം നടത്തുവാൻ, പാപപരിഹാരം അനുഷ്ഠിച്ച് നോയമ്പുകാലം എന്നിലെ നന്മയെ പുറത്തു കൊണ്ടുവരുവാനുള്ള, വസന്തമായി ഈ കാലഘട്ടത്തെ കരുതിക്കൊണ്ട് ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി ദിവ്യകാരുണ്യത്തിന്റെ ശക്തമായ ഇടപെടലുകൾ നടക്കട്ടെ. അങ്ങനെ നിഷ്കളങ്കതയോടെ ജീവിക്കുവാൻ എന്റെ വ്യക്തിത്വത്തെ അഭിഷേകം ചെയ്യണമേ, എന്റെ കുടുംബത്തെ വിശുദ്ധീകരിക്കണമേ എന്ന് സന്ധ്യപ്രാർത്ഥന. ദൈവം പോലും പടിയിറങ്ങി എന്റെ ഭവനത്തിലേക്ക് ദൈവം ദൂതന്മാരെ അയച്ച് സാന്നിധ്യത്തിന്റെ ജ്വലനമുണ്ടാകട്ടെ. കർത്താവേ, ഈ ലോകം നവീകരിക്കപ്പെടുന്നതിനു വേണ്ടി ദൈവം മരണപ്പെട്ട അവസ്ഥ വ്യക്തികളിലും സൊസൈറ്റിയിലും ഉണ്ടാകാതിരിക്കട്ടെ. നിർമ്മലതയും ധാർമ്മിക മൂല്യങ്ങളും പൂവിടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദിവ്യകാരുണ്യ ഭക്തി വളരട്ടെ. സന്യാസ സമൂഹങ്ങൾ നവീകരിക്കപ്പെടട്ടെ. പൗരോഹിത്യമുഖങ്ങൾ ജ്വലിക്കട്ടെ. കുടുംബജീവിതക്കാർ മാനസാന്തരപ്പെടട്ടെ. ചെറുപ്പക്കാർ പ്രവചിക്കട്ടെ. സ്വപ്നങ്ങൾ കാണട്ടെ. അങ്ങനെ നവീകരണങ്ങൾ നടക്കട്ടെ. ഈ ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയുടെ നീരുറവയിൽ നിന്നൊഴുകുന്ന ആ ഉറവ് കണ്ട് ലോകം കഴുകട്ടെ. കർത്താവേ, എല്ലാ തിന്മകളും വിട്ടുപോകട്ടെ. പാടി പ്രാർത്ഥിക്കാം. എല്ലാവരും കരങ്ങളടിച്ച് കാലുകളും ശരീരവും മാറ്റിച്ചവിട്ടി അണങ്ങി ദൈവസ്തുതി ആലപിച്ചുകൊണ്ട് ദാവീദിനെ പോലെയും മോശയെ പോലെയും യോശുവയെ പോലെയും അവിടുത്തെ സ്തുതിച്ചുകൊണ്ട് പാടാം. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഇരിക്കുന്ന
ആത്മീയ അവസ്ഥയിലേക്കും ജീവിതത്തിലേക്കും കടന്നു വന്ന് എല്ലാ അബദ്ധങ്ങളിലും കെട്ടുകളിലും അഴിയുവാൻ പാവനാത്മാവേ ജീവദായകനേ കരങ്ങളടിച്ച് എല്ലാവരും ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. കൊള്ളുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് എന്റെ ഇരുളടഞ്ഞ മാനസികാവസ്ഥയിലേക്ക് നെഗറ്റീവായി കണ്ടുപിടിച്ച് എന്റെ പ്രതീക്ഷയുടെ ഉത്ഥാനത്തിന്റെ ജ്വലനത്തിലേക്ക് കടന്നു വരാൻ പ്രതീക്ഷയോടെ ആയിരിക്കാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകം തീയായി ഇറങ്ങുന്നതിന് വേണ്ടി ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. കർത്താവിന്റെ അരൂപി ഇറങ്ങാൻ എന്റെ രോഗങ്ങളിലും പീഡനങ്ങളിലും ബലമായി കർത്താവേ അഭിഷേകമായി വരണേ. അവിടുത്തെ ചൈതന്യം കൊണ്ട് ജ്വലിക്കാൻ ധ്യാനങ്ങളും ക്ലാസുകളും അഭിഷേകത്തോടെ നടത്തുവാൻ നാളത്തെ ധ്യാനപ്രസംഗവും ആരാധനയും ഈ ബലിപീഠത്തിൽ സമർപ്പിക്കുന്നു. നിന്റെ കൃപയും ശക്തിയും ഒഴുകണമേ. സൗഖ്യവും ശാന്തിയും എന്റെ കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലും ശാന്തി നൽകണമേ. കരങ്ങൾ ഉയർത്തി പാടിക്കേ, ആകാശത്തേക്ക് നോക്കി ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്ന് എന്നെ രക്ഷിക്കുന്നതിന് വേണ്ടി, എന്റെ രോഗങ്ങൾ സുഖപ്പെടുന്നതിന് വേണ്ടി, എന്റെ മക്കളുടെ പഠന മേഖലകളിൽ വീസിക്ക് വേണ്ടി കാത്തിരിക്കുന്നവര്, പഠന വൈകല്യമുള്ളവര്, ദൈവത്തിന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ച് നിരാശയിലായിരിക്കുന്നവര്, ഇനി പ്രതീക്ഷയില്ലെന്ന് വിചാരിക്കുന്നവര്, പലതരത്തിലുള്ള രോഗങ്ങൾ മൂലം ആയിരിക്കുന്നവരെന്ന് പ്രാർത്ഥിച്ച് മാനസിക രോഗത്തിനും വൈകാരിക ഡിസോഴ്സിനും വിധേയമായവര് കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഈശോയെ നിന്റെ കൃപ കൊണ്ട് നിറയ്ക്കണമേ. ഈ ആരാധനയുടെ ശക്തി ഒഴുകട്ടെ കർത്താവേ. പക്ഷാവരത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് വരദാനങ്ങൾ നിറയ്ക്കണമേ. ആ ചൈതന്യത്താൽ പാപികളായ ഞങ്ങളെ പൊതിയണമേ. ആന്തരിക ബലം നൽകി ശരീരത്തിന്റെയും മനസ്സിന്റെയും വിശുദ്ധിയോടെ നിന്നെ പുലുകുവാനും നിന്നെ ധ്യാനിക്കുവാനും ഈ പൗരോഹിത്യത്തിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ അനന്തമായ കൃപയുടെ യോഗ്യതകളെ ഓർത്ത് എന്റെ ജീവിതത്തെ അവിടുന്ന് ജ്വലിപ്പിക്കണമേ. എന്റെ കുടുംബത്തെ വിശുദ്ധീകരിക്കണമേ. എന്റെ അമ്മ, എന്റെ ദൈവമേ, എന്റെ തിരുമനസ് പോലെ നിറവേറണമേ. അനുജന്റെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, പ്രാർത്ഥന ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് സഹോദരങ്ങളെ സമർപ്പിക്കുന്നു. ജീവദായകനേ, നിറഞ്ഞു നീവ എന്റെ ജീവിതത്തിൽ, നിറഞ്ഞു നീവ എന്റെ ജീവിതത്തിൽ. കരങ്ങൾ ഉയർത്തിക്കുക എല്ലാവരും. ദൈവത്തിന്റെ ആത്മാവിറങ്ങട്ടെ. എല്ലാ കെട്ടുകളും അഴിഞ്ഞു പോകട്ടെ. വിശുദ്ധ കുരിശിന്റെ നാമത്തിൽ ഹല്ലേലൂയ ഭാഷാപരത്തോട് സ്വന്തം പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ ആത്മാവിറങ്ങട്ടെ. നിങ്ങളുടെ തൊഴിൽ മേഖലകളിലെ അടഞ്ഞുപോയ വാതിലുകൾ തുറന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈശോ ഈ ദേവാലയത്തിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ തൊഴിലാളികളെ ഈ ആഴ്ചയിൽ ലഭിക്കുവാൻ ഈ ആരാധനയുടെ ശക്തിയോട് എനിക്ക് അവിടുന്ന് നൽകണമേ. എന്റെ ലളിത മാനസിക ഏകാന്തതകളിലും നിന്റെ സഭയിൽ സമർപ്പിക്കുന്നു. ഇന്ന് രാത്രിയിലെ ആരാധനയോടുകൂടെ നല്ലൊരു
ആശയത്തെ നാളത്തെ പ്രസംഗിക്കുവാനുള്ള വഴി തരണമേ. യേശുവേ നന്ദി. അഭിരാധങ്ങൾ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ പലയിടങ്ങളിൽ ഈ ദിവികാരുടെ ശുശ്രൂഷകൾ നടത്തുവാൻ അവസരങ്ങൾ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമേരിക്കയിലെ തപസ് ധ്യാനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിന്റെ എല്ലാ തടസ്സങ്ങളും എടുത്തു മാറ്റണമേ. കാനഡയിൽ ശുശ്രൂഷ ചെയ്യുവാനുള്ള വഴിയട്ടെ. ഇന്ത്യ മുഴുവനും പല സന്യാസ ഭവനങ്ങളിലും ഈ ആരാധന നടത്തുവാൻ പരിശുദ്ധ അമ്മയുടെ സഹായം കൊണ്ട് ഒരുപാട് അവസരങ്ങൾ എനിക്കായി തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരുണ തോന്നണമേ. യാചനവരും പിടിച്ച് ആത്മാവിന്റെ വലിയ തീക്കട്ടയുടെ ജ്വലനമായി തീരട്ടെ. ആന്തരികതയിൽ ഭാവിനെ പരിപൂർണമായി നമുക്ക് സമർപ്പിക്കാം. ഈശോയെ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ നൊയമ്പ് കാലത്തിന്റെ പ്രധാനപ്പെട്ട ദിനങ്ങളിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ മനസ്സിലും കുടുംബത്തിലും ജീവിതത്തിലും ധ്യാനിക്കേണ്ട ഒരു ചിന്ത ഇതാണ്. മോറിയ മലയിലെ അബ്രാഹത്തിന്റെ വിശ്വാസത്തിന്റെ വളർച്ചയാണ്. വിശ്വാസം ശക്തിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കണം. കൂടെ സഞ്ചരിക്കുന്ന ദൈവത്തെ, ദൈവികമായ ചൈതന്യത്തെ സമർപ്പണ ബോധ്യത്തോടുകൂടി അനുഭവിക്കുവാനുള്ള ആ ജ്വലനം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എന്റെ കൂടെ കരുതലിന്റെ കരമുള്ള ദൈവം കൂടെ യാത്ര ചെയ്യുന്നുണ്ട്. അതെ, എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുമ്പോൾ ഓർക്കുക, കരുതലിന്റെ കരം മോറിയായിൽ പിറന്നു വീണതുപോലെ, നീട്ടിയതുപോലെ എന്റെ ജീവിതത്തിലും വിശ്വാസിയുടെ ജീവിതത്തിൽ ആ കരുതലിന്റെ കരം നീളുമെന്ന് വിശ്വസിക്കുക. ദൈവമേ, മോറിയ മലയുടെ പാഠപുസ്തകം ജീവിതത്തിന്റെ ഭാഗമാക്കി തീർക്കുവാൻ അപ്രതീക്ഷിതമായ പല സംഭവങ്ങളും ഉണ്ടാകുമ്പോൾ എല്ലാം തീർന്നുവെന്ന് കരുതാതിരിക്കാൻ എന്റെ ജീവിതം മോറിയ മലയിലേക്ക് കണ്ണുനട്ടിരിക്കുവാനുള്ള കൃപ തരണമേ എന്ന് അപേക്ഷിക്കാം. പ്രതീക്ഷയുടെ ദൈവം എനിക്ക് കരുതലായി പെയ്തിറങ്ങും. എന്റെ ജീവിതത്തെ പൊതിയും. എനിക്ക് ബലിയർപ്പിക്കാൻ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ ആനന്ദത്തിന്റെ കുഞ്ഞാടായി എന്റെ ജീവിതം മാറും. നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യമാകുന്ന ഈ മോറിയ മലയില് പ്രതീക്ഷയുടെ ആ നാമ്പ് എന്റെ ജീവിതത്തിൽ ജ്വലിക്കുവാൻ, അടഞ്ഞ വാതിലുകൾ തുറക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ, അങ്ങനെ ആ മോറിയ മലയിലെ ആൾരൂപമായ അബ്രാഹത്തിന്റെ മനോഭാവത്തിലേക്ക് വളരുവാൻ എന്റെ ജീവിതത്തിലേക്ക് കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദത്തിനൊരുങ്ങാം. എല്ലാവർക്കും മുട്ടുകുത്താം. നിശബ്ദമായി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. മോറിയ മലയുടെ ഉച്ചിയിൽ വിശ്വാസത്തിന്റെ നേതാവിന്റെ കയ്യിലുടക്കിയ പൊന്നുതമ്പുരാനെ, ഞങ്ങളുടെ ജീവിതത്തിലെ പ്രതീക്ഷയറ്റ അസ്തമിച്ചു പോയ പലതിൻ്റെ അരികത്തിരുന്ന് കരയുമ്പോൾ, പിടയുമ്പോൾ നീ പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ കരുതലിന്റെ കരം പൊതിയണമേ. എന്റെ പൗരോഹിത്യത്തിൽ പ്രശ്നങ്ങളുടെ നടുക്കളത്തിൽ വേദനിച്ചു നിൽക്കുന്ന ആയിരക്കണക്കിന് കുടുംബജീവിതക്കാരുടെ ജീവിതത്തിൽ എല്ലാം അസ്തമിച്ചുമെന്ന് കരുതുന്ന തീരാ രോഗികളുടെ, മാറാ രോഗങ്ങളുടെ നടുവിൽ എന്റെ ദൈവം തൈലമായി കുഞ്ഞാടായി കടന്നു വരും. ജീവിക്കുന്ന ദൈവമാണ്. വിശ്വസിച്ചുകൊണ്ട് വളരട്ടെ. ജ്വലിക്കുന്ന വിശ്വാസം ബലപ്പെടട്ടെ. എന്റെ ദൈവത്തിന് സാധ്യമായിട്ടൊന്നുമില്ല. വിശ്വസിക്കുക പ്രിയപ്പെട്ടവരെ. എന്നിട്ട് നിലവിളിക്കുക, നെടുവേർപ്പെടുക. ദിവ്യകാരുണ്യ മുഖത്തേക്ക്, ത്രിയേക ദൈവത്തിന്റെ ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആശീർവാദത്തിനൊരുങ്ങാം. അവിടുത്തേക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. ഉള്ളംകൈയിൽ പേരെഴുതിയിട്ടുണ്ട്. അത് ചേർത്ത് പിടിക്കുന്ന തമ്പുരാനാണ് എന്റേത്. ജീവിക്കുന്ന വ്യക്തിയാണ്. കൃപയുള്ള ശക്തിയാണ്. അഭിഷേകത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. അതെ, ആശീർവാദത്തിനൊരുങ്ങാം.
കമിഴ്ന്നു കിടന്ന ആശീർവാദവും കൃപയും സ്വീകരിക്കുക എല്ലാവരും. സർവശക്തനായ ദൈവമേ, പരിശുദ്ധ കുർബാനയിലൂടെ പ്രത്യക്ഷപ്പെടുന്ന പ്രിയേക ദൈവമേ, ഈ ലോകത്തെയും സഭയെയും ലോകത്തിലുള്ള എല്ലാ ജനങ്ങളെയും, യുദ്ധത്തിന്റെ കെടുതിയിലുള്ളവരെയും യുദ്ധഭീതിയിലുള്ളവരെയും, യുദ്ധം അവസാനിക്കുവാൻ എന്റെ ഇടവകയെയും ദേവാലയ നിർമ്മാണത്തെയും എന്റെ പൗരോഹിത്യത്തെയും നാളത്തെ ധ്യാന പ്രസംഗത്തെയും ഇതിര ശുശ്രൂഷകളെയും ഈ ദേവാലയത്തിൽ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും ഈ നിമിഷം ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയാൽ ആശീർവദിക്കണമേ, പൗത്രീകരിക്കണമേ, രോഗസൗഖ്യം കൊടുക്കണമേ, വിടുതൽ കൊടുക്കട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ. ജീവിക്കുന്ന ദൈവത്തിന് ആരാധന, മഹത്വവും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും.